കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എറണാകുളത്ത് നടന്ന കാർണിവൽ ഓഫ് ജോയിൽ സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു മോനെ അമ്മ കൊണ്ടുവന്നു. കർത്താവായ യേശുവിൻ്റെ കരം തൊട്ടു. ആ കുഞ്ഞ് പൂർണ്ണ സൗഖ്യമായി. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ ആ അമ്മ വന്ന് ആ സാക്ഷ്യം വിവരിച്ചപ്പോൾ കർത്താവിനെ ഞങ്ങളെല്ലാവരും സ്തുതിച്ചു. ആ കുഞ്ഞിൻ്റെ ചികിത്സ കൊണ്ട് സാമ്പത്തികമായി തകർന്ന ആ കുടുംബം ഒരു ബാങ്ക് ജപ്തി ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ അതേ ബാങ്കിൽ ആ സഹോദരിക്ക് ജോലിയും ലഭിച്ചു. എല്ലാത്തിൽ നിന്നും വിടുതലായി. അത്ഭുതങ്ങളുടെ ഒരു പരമ്പര. ആ അത്ഭുത സാക്ഷ്യവും കൂടാതെ കാടിനകത്ത് പുലി എത്താൻ പോയ ഒരു അപ്പച്ചനോ അമ്മച്ചിയും പുലിയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. അത്ഭുത സാക്ഷ്യം പത്തനംതിട്ടയിൽ. അതുകൂടാതെ വേറൊന്നുണ്ടായിരുന്നു. ഒരു സഹോദരി ഒരു ശാരീരികമായൊരു പ്രശ്നത്താൽ റാ പോലെ വളഞ്ഞായിരുന്നു. ആ നാട്ടുകാർ ആ സ്ത്രീയെ റാ എന്ന് വിളിക്കുമായിരുന്നു. റാ. യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. തങ്കു ബ്രദറിൻ്റെ മനോഹരമായൊരു സന്ദേശം കേൾക്കും. സാക്ഷ്യങ്ങളിലേക്ക്, സന്ദേശത്തിലേക്ക്. ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷിയാണ് പറയുന്നത്. മോൻ ഇന്നൊരു ഇൻ്റർവ്യൂവിന് കൊല്ലത്ത് പോയേക്കുവാണ്. എൻ്റെ മോന് സംസാരിക്കത്തില്ലായിരുന്നു, ചെവി കേൾക്കത്തില്ലായിരുന്നു. എറണാകുളത്തെ ക്രോസ് സൈഡിൽ 2012 ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കടന്നു വന്നു. അവിടെ വെച്ച് യേശു അവനെ തൊട്ടു. പരിപൂർണ്ണ സൗഖ്യം. അവനെ +2 എല്ലാത്തിനും A ഗ്രേഡ് മാർക്ക് മേടിച്ചു. നോർമൽ സ്കൂളിൽ പഠിച്ചു. ഊമർ സ്കൂളിൽ നിന്ന് വന്ന് നോർമൽ സ്കൂളിൽ പഠിച്ചു. ഊമർ സ്കൂളിലായിരുന്നു ഈ കുഞ്ഞ്. ആ സൗഖ്യം ഞാൻ ഓർക്കുന്നുണ്ട്. എറണാകുളം ക്രൂസ് സൈഡിൽ ആ കുഞ്ഞിനെയും കൊണ്ട് വന്നതും ആ കുഞ്ഞ് അവിടെ വെച്ച് സംസാരിച്ചല്ലേ? സംസാരിച്ചു. ഇപ്പം അവിടെ വെച്ചാണോ ചെവി കേട്ടെ? രണ്ടും നടന്നത് അവിടെ വെച്ചായിരുന്നു. ഈ മോന് ഊമർ സ്കൂളിൽ പഠിച്ചു. ഇപ്പം പൂർണ്ണമായിട്ട് സംസാരശേഷി തിരിച്ചു കിട്ടിയത്. ഈ മോന് 17 ലക്ഷം രൂപ വേണം ഓപ്പറേഷൻ ചെയ്ത് ഈ സംസാരശേഷിയും കേൾവിശക്തിയും തിരിച്ചു കിട്ടാനായിട്ട്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 17 ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷേ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. അതായത് 5ാം ക്ലാസ് മുതൽ തിരുവല്ല ഊമർ സ്കൂളിൽ +2 വരെ ഊമർ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കരമടിച്ച നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. മോനെ ഇപ്പൊ എന്താ സംഭവിച്ചേ? യേശു എന്നൊന്ന് പറഞ്ഞേ. യേശു യേശു. അത് അമ്മയാണോ? അമ്മയാണോ? അമ്മയാ. അമ്മയാ. ആരുടെ അമ്മയാ? എന്റെ അമ്മയാ. എന്റെ രക്ഷക എന്റെ ദൈവമേ
ഗുണലാലില്ലായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് തൊണ്ടയുടെ ഈ കുഴിക്ക് ഒരു വീക്കം വന്നു. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ച് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പത്തനംതിട്ട MG വർഗീസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഞങ്ങൾ ചിറ്റാറിൽ നിന്നാണ് വരുന്നത്. കോഴഞ്ചേരി വെച്ചാണ് ഓപ്പറേഷൻ നടന്നത്, ജില്ലാ ആശുപത്രി വെച്ച്. അപ്പം 4-ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർത്ത് കഴിഞ്ഞപ്പം ടീച്ചർ പറഞ്ഞു സെനു ഒന്നും പഠിക്കുന്നില്ല, അവനൊരു മൂലയിലിരിക്കുക, 3-ാം ക്ലാസ് വരെ നല്ല മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ തിരിച്ച് കുഞ്ഞിനോട് ചോദിച്ചു പറഞ്ഞു എനിക്ക് ചൊവ്വിന് സംസാരിക്കാനും ഒക്കത്തില്ല, എൻ്റെ ചെവി ഒട്ടും കേൾക്കത്തില്ല മച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ പോയി ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, അതിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കാശ്, ഞങ്ങളിപ്പോൾ ലക്ഷങ്ങൾ കടത്തേ നിൽക്കുവാണ്. മോൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ വസ്തു വരെ പണയപ്പെടുത്തിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച വസ്തുവിൻ്റെ ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നു. എനിക്ക് 2 മാസത്തെ അവധിയോടെ നീട്ടിത്തരണമെന്ന് ഞാൻ ബാങ്ക് മാനേജറുടെ കാല് പിടിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സെപ്റ്റംബർ മാസം 30-നകം അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പില്ല അടച്ചു തീർത്തില്ലേ നിങ്ങളുടെ വീട് വന്ന് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കുഞ്ഞു പറഞ്ഞു, ഊണിലും ഉറക്കത്തിലും പറഞ്ഞു എനിക്ക് പരിപൂർണ വിടുതൽ തരണമെന്നുണ്ടെങ്കിൽ TV പ്രോഗ്രാം കണ്ടപ്പോൾ പറഞ്ഞു തോമസ് കുട്ടി ബ്രദറോ തങ്കു ബ്രദറോ എൻ്റെ തലയെ കയരം വെച്ച് പ്രാർത്ഥിച്ചാൽ എനിക്ക് പരിപൂർണ വിടുതൽ തരുമെന്ന് പറഞ്ഞു. 5-ാം ക്ലാസ് മുതൽ +2 വരെ തിരുവല്ല തോലശ്ശേരി ഊമ സ്കൂളിൽ പഠിച്ചതാണ് എൻ്റെ കുഞ്ഞ്. ഇപ്പോഴവൻ പറഞ്ഞു എനിക്ക് ചൊവ്വിന് കേൾക്കാമേ, എല്ലാം ചൊവ്വിന് കേൾക്കാമെന്ന് പറഞ്ഞു. സിസ്റ്റർ ഇപ്പൊ എന്തുവാ മോനിൽ മാറ്റം സിസ്റ്റർ കാണുന്നേ? അവന് ഇപ്പം കാര്യമായിട്ട് നിന്ന് വിറച്ച് കരഞ്ഞു. കരച്ചപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചു. ഒരു ബ്രദർ വന്നു, 3 ബ്രദർ വന്ന് ഇവനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ലാസ്റ്റിൽ ഇവനങ്ങ് വിറയ്ക്കുമായിരുന്നു, ഏതാണ്ട് കുറ്റം ചെയ്ത പോലെ ഇവനെ അങ്ങ് കരയും. അന്നേരം ബ്രദർ പറഞ്ഞു മോൻ പേടിക്കണ്ട, ഇവനെ നെഞ്ചെല്ലാം കിടന്നങ്ങ് ഇടിക്കുക, മോൻ പേടിക്കണ്ട, ധൈര്യമായിട്ടിരി, യേശു നിന്നെ തൊട്ടു എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ എന്നോട് പറഞ്ഞു യേശു എന്നെ തൊട്ടു, ഞാൻ കണ്ടു, ഒരു പ്രകാശം വന്ന് എൻ്റെ മേലടിച്ചു. അമ്മ ഇത് പറയണം. വന്നു, പ്രകാശം വന്നു, യേശു വന്നു, എൻ്റെ ചെവിക്ക് കേൾവ് തന്നു, സംസാരം കിട്ടി. എല്ലാം കൈകൾ നീട്ടി മോന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. താങ്ക് യു ജീസസ് ഫോർ സ്ട്രെച്ചിങ് യുവർ ഹാൻഡ് ടു ഹീൽ. ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു തൽക്ഷണം ആ യുവാവ് സംസാരിക്കാനും കേൾക്കാനും തുടങ്ങി. യേശുവേ, അതേ അത്ഭുതം നിന്റെ മകന്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്തതിനായി സ്തോത്രം. തൽക്ഷണം കേൾക്കാനും സംസാരിക്കാൻ കൊടുത്തതിനായി സ്തുതിക്കുന്നു. ഫാദർ, വി പ്രേ that you will stretch your hand and release him for the ministry as an effective witness for the kingdom in the name of Jesus. യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഒരു ഫലപ്രദനായ സുവിശേഷകനായി രാജ്യമെങ്ങും ഈ അധരങ്ങൾ കൊണ്ട് പ്രസംഗിക്കുവാൻ ശുശ്രൂഷയ്ക്കായി ഈ മകനെ ഞങ്ങൾ വേർതിരിച്ചിരിക്കും. മിടുക്കനായിട്ട് അവൻ പഠിച്ചു. ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ കരഞ്ഞു വിളി. ഞങ്ങൾക്ക് ഒത്തിരി, ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കേണ്ടേ അല്ല, ഈ മോന് വേണ്ടി ഞങ്ങൾ ഒരുപാട്, ഞങ്ങളുടെ സാമ്പത്തികം മൊത്തം പോയി. ഞങ്ങളുടെ കിടക്കുന്ന സ്ഥലമെല്ലാം ജപ്തിയുടെ വക്കിലായിരുന്നു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് തോമസുട്ടറും തങ്കു ബ്രദറും ഇവരുടെ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പം ബാങ്കിൽ നിന്ന് എല്ലാവരും വീട്ടിൽ ജപ്തി നോട്ടീസ് വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. അപ്പം ഞാൻ കുടുംബശ്രീയിൽ നിന്ന് 10,000 രൂപ ലോൺ എടുത്തുകൊണ്ട് പോയി. അതൊന്നും തികയത്തില്ലായിരുന്നു. സമാധാനം. അപ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു യേശുവിൻ്റെ നാമത്തിലമ്മ ഓരോ സ്റ്റെപ്പും വെച്ച് പ്രാർത്ഥിച്ചു പോകണമെന്ന് പറഞ്ഞു. ഈ മോൻ പറഞ്ഞു ഞങ്ങളുടെ പപ്പ എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര മദ്യപാനമായിരുന്നു. വീട്ടിലൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളുടെ മോൻ്റെ ഈ വിടുതൽ കണ്ടു. അത് എങ്ങനെ അത് മാറിയെന്ന് തന്നെ അറിയത്തില്ല. അതോടെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി, പുകവലി മാറി, എല്ലാം മാറി. ആ ലോൺ ഞാൻ കൊണ്ടടയ്ക്കാൻ ചെന്ന് എൻ്റെ ലോൺ ബുക്കെല്ലാം കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ലോൺ ഒത്തിരിയും വെട്ടിക്കുറച്ചു, 15,000 രൂപ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു. 10,000 രൂപ കൊണ്ടടച്ചു. ആ 10,000 രൂപ അടച്ചു വെച്ച് ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ ബാക്കി 5,000 കൊണ്ടടയ്ക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഇനി ഇറങ്ങിക്കഴിഞ്ഞപ്പം മാനേജർ പിയൂണെ വിളിച്ച് ആ മകളോട് ഇനി കയറി വരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആ വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ ആ ബാങ്കിൽ എൻ്റെ മുട്ട് മുടക്കി കര ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓർത്തു എനിക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടായിരിക്കുന്നു. യേശുവിനെ വിളിക്കുമ്പോൾ മാനസിക പ്രശ്നമാണെന്ന് ചിലർക്കൊക്കെ തോന്നും, അത് സാധാരണയാണ്.
അപ്പോൾ അത് കണ്ട് ആ മാനേജർ പറഞ്ഞു, ആ സഹോദരിയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈ സെൻട്രൽ ബാങ്കാണിത്, ഇവിടെ മോക്ക് കുറച്ച് ദിവസം ജോലിക്ക് നിൽക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണ്, സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കുറേ നാൾ ജോലി ചെയ്തു. പക്ഷെങ്കിൽ എനിക്ക് ഭവനമില്ലായിരുന്നു. നല്ല ഒരു ഭവനം എൻ്റെ കർത്താവ് അവിടെ ജോലിക്ക് നിന്നു. പൈസ അടയ്ക്കേണ്ടിയും വന്നില്ല. എനിക്ക് സെൻട്രൽ ബാങ്കിലൊരു ജോലിയും കിട്ടി. ഞാൻ കുറച്ച് നാൾ ജോലി ചെയ്തു. എൻ്റെ 20 വയസ്സുള്ള അപ്പം മാനസിക പ്രശ്നമാണല്ലോ സ്വോത്രം പറയുന്നത്. ആ ബാക്കി അടയ്ക്കേണ്ട പൈസ അടച്ചുമില്ല, അവിടെ ജോലി കൊടുത്തു, അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പുള്ളിക്കാരത്ത് വേറെ കാര്യം കണ്ടു. ഈ യേശുവിൻ്റെ അത്ഭുതത്തിനായി ഒന്ന് കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചു. എൻ്റെ 20 വയസ്സുള്ള മോനാണ് ഇളയവന്. അവന് കർത്താവ് ദുബായി നല്ലൊരു ജോലി കൊടുത്തു. ഭവനമെന്ന് പറയാൻ ഒന്നും ഇല്ലായിരുന്നു, കാരണം എല്ലാം കമ്പിയിൽ ഈ ഓടൊക്കെ കെട്ടി വെച്ചേക്കുമായിരുന്നു. നിങ്ങളുടെ വീടിൻ്റെ ഓടൊക്കെ കമ്പിയെ കെട്ടി. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കും, കാരണം എൻ്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ അപ്പൻ അറിയാം. ഇത്രയും ചെയ്യാമെങ്കിൽ ഇനി എനിക്കൊരു ഭവനം തരും. ഞാൻ ഭവനത്തിന് ഇതുപോലെ കുറ്റി വെക്കാൻ നേരം മല്ലപ്പള്ളിയിൽ നിന്ന് റെജിബദറിനെ വിളിച്ചു. റെജിബദർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ കുറ്റി വെച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ബ്രദറെ വാർക്കണമെന്നൊന്നും ഇല്ല, ഷീറ്റ് സാമ്പത്തികം ഇല്ല സഹോദര, ഇല്ല സഹോദരി, ഇത് മൊത്തം വാർത്ത, ഇത് മൊത്തം ടൈലിടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ വീട് 4 മുറി റൂമിലെ വീട് വാർത്തു. 50 പേർക്ക് ഇരുന്ന് ആരാധിക്കുന്ന ഒരു ഹോളും പണിതു. കർത്താവ് മൊത്തത്തിൽ മൊത്തം ടൈല് ഇട്ടു. യേശു അത്ഭുതമായിട്ട് നല്ലൊരു ഭവനവും തന്നു. പ്രൈസ് ലോർഡ്. പണ്ട് കുഞ്ഞൻ നമ്പ്യാർ പറഞ്ഞ പോലെ എന്നെ പായസത്തിൻ്റെ കയ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ ഈ സ്തോത്രത്തിൻ്റെ മാനസിക പ്രശ്നം എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് വന്നാൽ നല്ലതാണ്. സ്തോത്രം പറയുന്ന വീട് ടൈലിടും. നാട്ടുകാർ മട്ടാന്ന് പറഞ്ഞാലും കർത്താവിനെ സ്തുതിക്കുന്നവരുടെ മക്കൾ ഉയർത്തപ്പെടും. 1-2 പേരുടെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കർത്താവ് അനുഗ്രഹിച്ചാൽ ഇങ്ങനെയാണ്. ഒന്ന് കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ വർഷം എനിക്ക് 9 ആടുണ്ടായിരുന്നു. ഞാൻ വനത്തിൽ പോയി തീറ്റയ്ക്ക്. അപ്പം വനത്തിൽ പോയി തീറ്റ കൊണ്ടുവരണം, എന്നിട്ട് ഓട്ടോയ്ക്ക് കൊണ്ടുവരത്തുള്ളൂ. അങ്ങനെ ഞാൻ വനത്തിൽ പോയപ്പം വനത്തിൻ്റെ ഉൾവനത്തിൽ കയറിയപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടെ കയറി ചെന്നപ്പം അവശിഷ്ട സാധനങ്ങൾ, ഈ പുലി തിന്ന അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടിട്ടാണ് ഉൾവനത്തിലോട്ട് കയറിപ്പോയത്. അപ്പം ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, ഭയങ്കര നാറ്റമാണ്, അതുകൊണ്ട് വനത്തിൽ പോകുന്നത്. ആടിന് തീറ്റയ്ക്ക് പോയത്, വേറെ എങ്ങും കണ്ടില്ല. അവിടെ ഉണക്ക സമയമായോണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഈ അങ്ങ് ഉൾവനത്തിൽ കയറി. പുള്ളി എന്നാലും ഒരു കെട്ട് തീറ്റി അറുത്തിട്ട് എന്നോട് പറഞ്ഞ്, ഇപ്പം ബസ് റോഡുള്ള സ്ഥലത്ത് ഞാൻ ഒരു കെട്ട് കൊണ്ട് ഇടാം, ഇട്ടിട്ട് നീ ഇവിടെ നിന്ന് തീറ്റി വീണ്ടും അറക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ നിൽക്കാൻ പേടിയാണ്, ഏതോ വല്ലാത്തൊരു പേടി പോലെ. ഞാൻ അവിടെ നിന്ന് പുള്ളിക്ക് ആ ഒരു കെട്ട് തീറ്റി പൊക്കി കൊടുത്തിട്ട് ഞാൻ കീഴ്പോട്ടിരുന്നിട്ട് എന്നെ ആരോ അവിടെ നിന്ന് തല്ലി നീക്കുന്ന പോലെ എനിക്ക് തോന്നുക. അപ്പോൾ ഈ പുലി എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇത്ര അകലത്തിൽ, ഈ ഭിത്തിയിടത്ത അകലത്തിൽ നിൽപ്പുണ്ട്. പുലി തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഞാൻ എന്തോ ചെയ്തു, അപ്പം എന്നെ ആരോ തള്ളി നീക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അവിടുന്ന് ഇത്രത്തോളം എന്നെ കാത്തു എന്നുള്ള പാട്ടും പാടിക്കൊണ്ട് ഞാൻ കീഴ്പോട്ട് ഇറങ്ങി വന്ന് പുലി പാട്ടൊക്കെ കേട്ട് അവിടെ നിന്നു. ഇപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വന്ന എൻ്റെ പുറകെ ഇത് വന്നെന്നെ ഒരു കാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഈ കാട് അനങ്ങിയപ്പോൾ ഞാൻ ഓർത്തു ഇനി വല്ല പക്ഷികളോ വല്ലതും ആയിരിക്കാമെന്ന്. അവിടുന്ന് പിന്നെ ഞാൻ കീഴ്പോട്ടിറങ്ങി വന്ന് 3 സ്ഥലത്ത് ഈ പുലി എൻ്റെ കൂടെ വന്നു. അപ്പം ഭർത്താവ് തീറ്റി കൊണ്ടിട്ടേച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളിയും പുലിയും 2 പേരാ? അല്ല, ഭർത്താവും 2 പേരും. എന്നോട് പറഞ്ഞു അവിടെ നിൽക്കണ്ട, എളുപ്പം ഇറങ്ങി വരാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തോട്ട് വന്ന് ആ കാട്ടിൽ നിന്ന് ഇത്രയും കിളരമുള്ളൊരു മൃഗം ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പം ഇത് പുലിയാ? പുലിയാ. ഇത്രയും കിളരമുണ്ട്. ഇത് എൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ തിരിഞ്ഞങ്ങോട്ട് മാറി നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഭർത്താവ് ടാപ്പിങ്ങാണ്. പുള്ളി പോയി കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു വരണ്ട, ഇന്നലെ രാത്രി ഇവിടെ പുലി വന്നെന്ന്. ആ പുലി എൻ്റെ വീടിൻ്റെ പടിക്ക് വന്നപ്പോഴാണ് വനത്തിലുണ്ടായ ആ സ്മെല്ല് പോലെ എൻ്റെ വീടിൻ്റെ പടിക്കലുണ്ടായി. അപ്പം ഞങ്ങൾക്കൊരു ഭയം. ഞങ്ങൾ 2 പേരും തന്നെയുള്ളൂ. ഞങ്ങൾ 2 പേരും പറഞ്ഞു, ഇത് ഇന്ന് വനത്തിൽ വെച്ചുണ്ടായ സ്മെല്ല് തന്നെ ഇവിടെ സംഭവിച്ചത്, ഇനി അത് തന്നെയാണോ? പിറ്റേ ദിവസം രാവിലെ അറിയുന്നു പുലി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്ന്. നാട്ടിൽ ന്യൂസ് ഉണ്ടായി, നാട്ടിലെല്ലാവരും അറിഞ്ഞു. പിന്നെ എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള, ചുരുക്കി പറഞ്ഞാൽ ഈ പുലിയുടെ തൊട്ടടുത്ത് നിന്നിട്ടും നമ്മളെ ഒന്നും ചെയ്തില്ല, തൊടിയിച്ചില്ല. കർത്താവ് തൊടിയിച്ചില്ല. അവിടുന്ന് ഞങ്ങളെ 2-നെയും എൻ്റെ യേശു രക്ഷപ്പെടുത്തിയെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.
കാരമടിച്ച് കർത്താവിന് പല സാക്ഷ്യവും കേട്ടിട്ടുണ്ടെങ്കിലും പുലിയുടെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അത്ഭുത സാക്ഷ്യം ഒന്ന് ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞു. എനിക്ക് ഹാർട്ടിൻ്റെ രോഗം ഉണ്ടായിരുന്നു. ഇവിടെ പത്തനംതിട്ട ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചപ്പം 12 മാസത്തെ ഗ്യാരണ്ടിയെ പറഞ്ഞിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ കോഴഞ്ചേരിലും പോയി ചെന്ന് ഡോക്ടർ ഹാർട്ടിൻ്റെ ഡോക്ടറെ പരിശോധിച്ചപ്പോഴും ആ ഡോക്ടർ 15 മാസത്തെ ഗ്യാരണ്ടിയെ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഉറച്ചൊന്ന് സംസാരിക്കാനോ ഉറച്ചൊന്ന് കാര്യം പറയാനോ കയറ്റം കയറാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. എൻ്റെ ഈ രോഗം ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ബ്ലഡ് കട്ടിയായി പോവാ. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ദിവസം പോലും ഗുളിക കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, 12 മാസത്തെ ഗ്യാരണ്ടി ഉള്ളതെന്ന് എന്നോട്. ഇപ്പം എൻ്റെ കർത്താവ് ഒരു വർഷം കഴിഞ്ഞ് 4 മാസമായി ഞാൻ ആ ഗുളിക അന്നെടുത്ത് കളഞ്ഞതാ. ഇന്ന് വരെ തിരിച്ചാ ഗുളിക ഉപയോഗിക്കാൻ എൻ്റെ കർത്താവ് സമ്മതിപ്പിച്ചിട്ട് ഒരു കുഴപ്പമില്ലേ? കുഴപ്പമില്ല. എല്ലാം ഞാൻ ആരാധിക്കുമ്പോൾ ഉച്ചത്തിൽ ആരാധിച്ച് പ്രാർത്ഥിക്കും. എനിക്കൊരു പ്രശ്നവും ഇല്ല, ഒരു അസ്വസ്ഥതയില്ല. കാരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ സഹോദരിയുടെ നട്ടല് 14 വയസ്സ് മുതൽ വളഞ്ഞ റാ പോലെ, സഹോദരി തന്നെ പറയുന്നേ, എല്ലാവരും പുള്ളിക്കാരിയെ റാ എന്ന് തന്നെ കളിയാക്കി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റാ എന്ന് വിളിക്കുമായിരുന്നു. പുറത്തൊരു കൊച്ചു കലം കമത്തി വെച്ച പോലായിരുന്നു എൻ്റെ പുറത്ത് മുഴ. കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല, പരിപൂർണ്ണ വിടുതൽ. ഞാൻ കിടക്കുമ്പോഴൊക്കെ നട്ടല് നീങ്ങുന്നതായിട്ട് എനിക്കറിയാം. പിന്നെ ഞാനും എൻ്റെ മോൾ എങ്ങനെയാണ് സൗഖ്യമായത്? കർത്താവ് ഒരു പ്രാവശ്യം കോഴഞ്ചേരി ചർച്ച വെച്ച് ഞാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയം ഞാൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ ഒരാൾ വന്ന് എൻ്റെ ഈ പുറത്തെ മുഴയെ തൊട്ടു സൗഖ്യമാക്കി. ഇപ്പോൾ എനിക്ക് പണ്ട് തൊട്ട് ഇങ്ങനെ ചെരിഞ്ഞൊരു ബാലൻസ് നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ എനിക്ക് ആ ഒറ്റ സ്പർശം യേശു ഇറങ്ങി വന്ന് എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നു. എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പോഴത്തെ പ്രാർത്ഥനയിൽ എനിക്ക് ഒരിത്തിരി ഉണ്ടായിരുന്നു നട്ടലെന്ന് വരാൻ. ഇപ്പോൾ എൻ്റെ പരിപൂർണമായിട്ട് ഇന്ന് ഇവിടെ വെച്ച് സൗഖ്യമായി. പരിപൂർണ സൗഖ്യം യേശു എനിക്ക് തന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കൊരു മോളുണ്ട്. എനിക്ക് കിടക്കാൻ വീടും ബസ്സും ഒന്നുമില്ല. ഇന്ന് എനിക്ക് ഇപ്പോൾ ഒരു 4 സെൻറ്റ് സ്ഥലവും ഒരു വീടും, എനിക്ക് പഠിക്കുന്ന യേശു കർത്താവ് ഒരു നല്ല മകളെ തന്നു. ഇപ്പം +2 പഠിക്കുന്ന 80% മാർക്കോടെ എൻ്റെ മകളെ എറണാകുളത്ത് പഠിക്കുന്നു. ഞാനും എൻ്റെ മകളും മാത്രം. ഞങ്ങൾക്ക് മധ്യത്തിൽ യേശു കർത്താവ് ഞങ്ങളെ ഉയർത്തുന്നു. കർത്താവ് fighting a good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. And that is why the book of Ephesians chapter 6 and verse 10 the Bible says, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. ഒടുവിൽ. Why is it called finally? എന്തുകൊണ്ടാണ് ഇത് ഒടുവിൽ എന്ന് പറയുന്നത്? Because Paul has taught something in the book of Ephesians. കാരണം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And then he says, തുടർന്ന് താൻ പറയുകയാണ്, be strong in the Lord and the power of his might. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. His desire is തന്റെ ഹൃദയവാഞ്ച ഇതാണ്, that you should be strong in him and his might. നാം എല്ലാവരും അവനിലും അവന്റെ അമിത ബലത്തിലും ശക്തിയുള്ളവരാകണം. That whatever happens, എന്തെല്ലാം സംഭവിച്ചാലും, that is what word 11, അതുകൊണ്ടാണ് അതിന്റെ 11-ാം വാക്യം പറയാണ്, put on the whole armor of God that you will be able to stand against the tricks of the devil. പിശാചിന്റെ തന്ത്രങ്ങളോട് The devil tricked Adam and Eve. പിശാച് ആദമിനെ ഹവ്വയെയും തന്ത്രപൂർവം കുടുക്കി. It was Eve he targeted. താൻ ഹവ്വയെയാണ് ലക്ഷ്യം വെച്ചത്. Because Eve did not hear the word. It was Adam who heard the word. കാരണം ഹവ്വയല്ല ദൈവവചനം കേട്ടത്, ആദം അത്രേ ദൈവത്തിന്റെ വചനം കേട്ടത്. If the devil would have come to Adam, Adam had the word in him which said, do not touch, do not eat. പിശാച് ആദമിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഈ വൃക്ഷഫലം തിന്നരുത് എന്ന ദൈവത്തിന്റെ വചനം അവൻ കേട്ടതുകൊണ്ട് അത് അവന്റെ ഹൃദയത്തിലുണ്ട്. Hallelujah. Hallelujah. The
Bible says we are redeemed, we are justified, we are set free, but the devil will trick you by saying you are good for nothing. ആ ദൈവവചനം പറയുന്നത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമ്മൾ നീതീകരിക്കപ്പെട്ടു, എന്നാൽ പിശാച് പറയാ നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. You are good for nothing. നിന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല. I want to share something very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. We are good for nothing. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാ. Yes, true, it is good for nothing. അത് സത്യം തന്നെയാ, ഒന്നിനും കൊള്ളാത്തവരാ. But the blood of Jesus എന്നാൽ who has redeemed us is more precious than gold and silver. ഓ എന്നാൽ നമ്മെ രക്ഷിച്ച വീണ്ടെടുത്ത യേശുവിന്റെ രക്തം അത് പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയേറിയതത്രേ. My boldness to live, my boldness to think I will be great is not because of my prayer, not of my effort. It is because of the blood of Jesus that is speaking good things about me. എന്റെ ധൈര്യം ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ നല്ലവനാകും എന്നുള്ള ധൈര്യം എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ വിശ്വാസം കൊണ്ടോ അല്ല, എന്നാൽ എന്നെ വീണ്ടെടുത്ത് ശുദ്ധീകരിച്ച യേശുവിന്റെ പുണ്യാഹ രക്തം അത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടത്രേ. Hallelujah. Hallelujah. In the Old Testament, പഴയ നിയമത്തിൽ if you read the book of Exodus, ആ പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ you will find the shadow of the blood of Jesus Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഒരു നിഴൽ രൂപം നിങ്ങൾ അവിടെ കാണും. If you look at Exodus 12:13, the Bible says, പുറപ്പാട് പുസ്തകം 12:13 when വേദപുസ്തകം പറയുന്നു, when Misraim, when the Egyptians, the Israel was coming out of Egypt, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറത്തേക്ക് പുറപ്പെട്ടു വരുമ്പോൾ finally they are going to come out. അവർ വെളിയിൽ വരാൻ തുടങ്ങുകയാണ്. Hallelujah. Hallelujah. Pharaoh now says, I won't leave, but God has decided to set them free. ഓ ഫറവോൻ പറയാ ഞാൻ അവരെ വിട്ടയക്കില്ല, പക്ഷേ ദൈവം അവരെ സ്വതന്ത്രരാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. So God says, അപ്പോൾ ദൈവം പറയുകയാ, slain a lamb, ഓ നിങ്ങൾ ഒരു ആടിനെ അറുക്കുക, and take the blood of the lamb, put on the lamppost and the side lintel. ഓ എന്നിട്ട് പറയുകയാണ്, ആ ആടിന്റെ രക്തമെടുത്ത് നിങ്ങൾ കട്ടിളമേലും കുറുമ്പടികളുടെ മേലും അത് പുരട്ടുക എന്ന് പറഞ്ഞു. But when I come, ഞാൻ അവിടെ വരുമ്പോൾ, when I see the blood, ഞാൻ ആ രക്തം കാണുമ്പോൾ, I will pass over you. ഞാൻ നിങ്ങളെ മറികടന്നു പോകും. Hallelujah. Hallelujah. The Bible does not say, വേദപുസ്തകം ഇങ്ങനെയല്ല പറയുന്നത്, because of your prayer I will set you free. നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഞാൻ നിങ്ങളെ വിടുവിക്കും. The Bible does not say, വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞില്ല, because of your anointing I will set you free. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible does not say, വേദപുസ്തകം ഇങ്ങനെ പറയുന്നില്ല, because you are good I will set you free. നിങ്ങൾ നല്ലവരായതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, when I see the blood I will set you free. ഞാൻ ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ സ്വതന്ത്രരായി വിട്ടയക്കും. Today let me tell you very clearly, ഇന്ന് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം, even today ഇന്ന് we are sealed നമ്മുടെ not by the blood of a bull or a goat. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആട്ടുകൊറ്റന്റെയോ പശുക്കിടാവിന്റെയോ രക്തം മൂലമല്ല. We are sealed by the blood of Jesus Christ. യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. When God sees the blood of Jesus on you, ദൈവം യേശുവിന്റെ രക്തത്തെ നിന്റെ മേൽ കാണുമ്പോൾ, he who will be into all the blessings, ഓ നിന്നെ അവൻ അനുഗ്രഹത്തിലേക്ക് നയിക്കും. the blood of Jesus യേശുവിന്റെ രക്തം speaks, സംസാരിക്കുന്നു, speaks, അത് സംസാരിക്കുന്നു, speaks, അത് സംസാരിക്കുന്നു, speaks അത് സംസാരിക്കുന്നു. good things about you, നിന്നെ കുറിച്ച് നന്മ good പറയും, things about you, നിന്നെ കുറിച്ച് നന്മ good പറയും, things about you, നിന്നെ കുറിച്ച് നന്മ good പറയും, things about നിന്നെ you. കുറിച്ച് നന്മ പറയും. Hallelujah. ഹല്ലേലൂയ. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ കണ്ടല്ലോ, ആ ഊമനായിരുന്ന മോനെ സൗഖ്യമാക്കിയ കർത്താവ്, പുലിയുടെ കയ്യിൽ നിന്ന് അപ്പച്ചനെയും അമ്മച്ചയും വിടുവിച്ച യേശു, റാ പോലെ വളഞ്ഞിരുന്ന ആ സഹോദരിയുടെ ശരീരത്തെ പൂർണ്ണമായി വിടുവിച്ച കർത്താവായ യേശു ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമീപമുണ്ട്. കർത്താവിൻ്റെ കരുണയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മൾ സൗഖ്യമാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയോ ഒന്നും കൊണ്ടല്ല, അവിടുത്തെ കരുണയാൽ. ആ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷകൾ കൈവിടാതെ
എൻ്റെ യേശു എന്നെ വിടുവിക്കും, എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകും, കർത്താവ് എന്നെ കൈവിടത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യങ്ങൾക്കായും അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും ഇന്നിത് കേൾക്കുന്നവരാരാണെന്ന് യേശു അറിയുന്നുണ്ട്. അവരുടെ പ്രശ്നം കർത്താവെ അവിടുന്ന് അറിയുന്നുണ്ട്. ഈ നിമിഷം അവിടുത്തെ അത്ഭുത കരത്താൽ വിടുവിക്കുന്നതിനായി സ്തോത്രം. ആ രോഗശക്തികൾ വിട്ടുമാറട്ടെ. ഈ കണ്ണിന് വലിയ വേദനയും കണ്ണിന് താഴെയായി എന്തോ ഒരു വലിയ പ്രശ്നം അനുഭവിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു. വീർത്ത കണ്ണ് പോലെയാണ്, ഇവിടെ തൂങ്ങിക്കിടക്കുന്ന പോലെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സ്വെല്ലിങ്ങുകളും മാറിപ്പോകട്ടെ, എല്ലാ സിസ്റ്റുകളും മാറിപ്പോകട്ടെ. ഇന്ന് കണ്ടതുപോലെ സംസാരശേഷിയുടെ പ്രശ്നങ്ങൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവെ, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ട സാക്ഷ്യം പോലെ അസ്ഥിയുടെ വളവുകൾ നിവർന്നു വരട്ടെ, പൂർണ്ണ സൗഖ്യമാകട്ടെ. മറ്റേത് രോഗികളായാലും കർത്താവെ, ഈ നിമിഷം കരം നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവായ യേശുവിലുള്ള പ്രത്യാശ കൊണ്ടും നിത്യജീവൻ്റെ ഉറപ്പുകൊണ്ടും ഓരോ മക്കളെയും നിറയ്ക്കണമേ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കും. നാളത്തെ എപ്പിസോഡിലും അത്ഭുത സൗഖ്യ സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।